കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ഞങ്ങൾ എന്താ പറഞ്ഞത്? സ്വതന്ത്ര തിരുവിതാംകൂർ അറബിക്കടലിൽ ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകണം. ഇന്ത്യയുടെ ഭാഗമാകാൻ വേണ്ടി 3000 കമ്മ്യൂണിസ്റ്റുകാര് മരിച്ചു വീണ കേരളത്തിലാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് വ്യാജ ചരിത്രം ഉണ്ടാക്കുന്നത്. അപ്പോഴെല്ലാം ബ്രിട്ടീഷുകാരന്റെ കാല് തിരുമ്മി കാല് തേഞ്ഞു പോയ കൈ തേഞ്ഞു പോയ കൂട്ടരല്ലേ നിങ്ങൾ ചരിത്രം പഠിക്കണം. അത് വഴിയേ അറിഞ്ഞോളൂ. അനിൽകുമാർ ഇവിടെ ഇരുന്നുകൊണ്ട് അനിൽകുമാർ ഈ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ ഈ ആൾക്കാർ മുഴുവൻ നിങ്ങളുടെ ആൾക്കാർ മുഴുവൻ ഒളിവിൽ പോയി കിടന്നത് എന്തിനാ? ഈ പി കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള ആൾക്കാര് എന്തിനായിരുന്നു ഒളിവിൽ പോയി കിടന്നത്? നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഓഗസ്റ്റ് 15 അല്ലാതെ ആപത്ത് 15 ആണെന്ന് പറഞ്ഞ് ഇവിടെ സമരം നടത്തിയൊക്കെ നിങ്ങൾ മറന്നുപോയി അനിൽകുമാറെ. ഉളുപ്പുണ്ടോ? നിങ്ങളെ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കും. ഇവിടെ സന്ദീപ് വാര്യർ ഇരിപ്പുണ്ടല്ലോ. സന്ദീപ് വാര്യർക്കെതിരെ നിങ്ങളുടെ MV ഗോവിന്ദ കേസിന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? ദേശാഭിമാനി പത്രം തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ കയ്യും കാലും മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ തിരുമ്മിക്കൊടുത്തിട്ടാണ് എന്നുള്ള കാര്യം ചരിത്രമാണ് അനിൽകുമാറെ. അത് മാത്രമാണോ നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് മുമ്പില് അവർക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ക്യാമറ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വിദ്യാർത്ഥി സഹാക്കളെ കൊണ്ടുകൊടുക്കാം എന്ന് പറഞ്ഞതിന്റെ കമ്മ്യൂണിക്കേഷൻ വരെ ഇന്ന് ലഭ്യമാണ് അനിൽകുമാറെ. അതുകൊണ്ട് നിങ്ങൾ ചരിത്രമൊന്നും കൂടുതൽ ഓർമ്മിപ്പിക്കരുത്. പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ അത്ര വിനീതമല്ലാതെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാനിത് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തോളൂ. ദേശാഭിമാനി പത്രം ബ്രിട്ടീഷുകാരുടെ ദയയില് മാത്രം നിങ്ങൾ തുടങ്ങിയതാണ്. ഇന്ത്യയിലെ മറ്റ് പത്രങ്ങൾ മുഴുവൻ നിന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രം ദേശാഭിമാനി എന്ന് പറയുന്ന ഒരു പത്രം തുടങ്ങാനുള്ള ഒരു അവസരം കിട്ടിയെന്നുണ്ടെങ്കിൽ ആ അവസരം എന്ന് പറയുന്നത് നിങ്ങൾ തിരുമ്മി കൊടുത്തതിന്റെ ഫലമായിട്ട് മാത്രം നിങ്ങൾക്ക് കിട്ടിയതാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ?